വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് റവ ദോശയായിരുന്നേ. ഈ അടുത്തായിട്ട് പുതിയ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റുകൾ തപ്പി നടക്കുന്നതിനിടയിലാണ് ഞാൻ ഈ ഒരു റവ ദോശ കണ്ടത്. അപ്പോൾ തന്നെ പരീക്ഷിച്ച് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാര്യം വളരെ സിമ്പിളാണ്, എന്നാൽ നമ്മുടെ നീർദോശിനെക്കാട്ടിലൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ട സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ അതിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ അധികം പച്ചക്കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറും സവാള മാത്രം ഇട്ടിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. പക്ഷെ അത് അടിപൊളിയായിരുന്നേ. പച്ചക്കറികൾ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നല്ല കട്ടി ചട്നി ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടി കൂടാൻ വേണ്ടി ഞാൻ കാണിച്ചതുപോലെ തന്നെ പൊട്ടേടിലാണ് കേട്ടോ യൂസ് ചെയ്തത്. അങ്ങനെ ജയൂന് ലഞ്ചിനായിട്ട് നമ്മൾ ദോശയും അതുപോലെ തന്നെ ചട്നിയും പാക്കിയത്. അതുപോലെ തന്നെ സ്നാക്സിനായിട്ട് നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്, പപ്പായയുടെ. പിന്നെ ഉച്ചക്കത്തെ പരിപാടി നോക്കിയാലോ. അപ്പോൾ ഉച്ചക്ക് നമുക്ക് നല്ല ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നത്. നല്ല വറ്റൽമുളകും ചുവന്നുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് അതിൽ നമ്മുടെ ഇടിച്ചക്ക വേവിച്ചെടുത്തും കൂടെ ചേർത്ത് നല്ലൊരു അടിപൊളി ഉപ്പേരിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഇന്ന് മെയിനായിട്ട് നമുക്ക് കുറച്ച് കോരയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ജീരകവും അതുപോലെ തന്നെ പച്ചക്കുരുമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പച്ചക്കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് നരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കാണാനൊരു ഇത്തിരി വെള്ള കളറാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായ ഒരു ലൈക്ക് അടിച്ചു പോകും കേട്ടോ.